മൂവാറ്റുപുഴയിൽ ലഹരി സംഘത്തിന്റെ പക്കൽ നിന്നും പിടികൂടിയ എയർ പിസ്റ്റൾ ലഹരി ഇടപാടിന് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കൈവശം വെച്ചതെന്നാണ് ഇപ്പോൾ എക്സൈസിന്റെ വിശദീകരണം വരുന്നത്. തോക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ പോവുകയാണ്. അന്വേഷണം സിനിമാ മേഖലയിലേക്ക് കൂടി നീളുകയാണ്. രണ്ടാം പ്രതി ഹരീഷ് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ് വിവരം. എസ് രാഗിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. രാഗിൻ, ലഹരിക്കടത്ത്, അതിന് സുരക്ഷ ഉറപ്പാക്കാൻ ഒരു എയർ പിസ്റ്റൾ കൈവശം വെക്കുക, സിനിമാ മേഖലയുമായുള്ള ബന്ധം, ഇങ്ങനെ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ്. പോലീസ് അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് 3 പേർ മൂവാറ്റുപുഴ സ്വദേശികളായിട്ടുള്ള ഷാലിം, ഷാജി, ഹരീഷ്, സജിൻ എന്നിവർ എക്സൈസിന്റെ പിടിയിലായത്. അല്പം മൽപ്പിടുത്തത്തോടു കൂടി തന്നെയാണ് ഇവരെ പിടികൂടിയത് എക്സൈസ് സംഘം. കാരണം ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായി. MDMA, കഞ്ചാവ്, തോക്ക്, അതോടൊപ്പം തന്നെ ഇവർ കടത്തിക്കൊണ്ടുവന്ന ലഹരി കടത്തിയിരുന്ന വാഹനം ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ ഈ തോക്ക് സാധാരണ ഈ ഉത്തരേന്ത്യൻ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ തന്നെ, കർണാടകയിലും ബാംഗ്ലൂരിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ഈ ലഹരിക്കടത്ത് സംഘം തോക്ക് ഉപയോഗിക്കാറുണ്ട്. കാരണം ഏതെങ്കിലും അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ച് ആക്രമിക്കുന്നതിനാകും. പക്ഷേ കേരളത്തിൽ അങ്ങനെ അധികം കണ്ടുവന്നിട്ടില്ല എന്നാണ് എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ ഈ രീതിയിൽ അവർ ഉപയോഗിക്കുകയായിരുന്നു, തോക്ക് കൈവശം വയ്ക്കുകയായിരുന്നു. ഒന്നാം പ്രതിയായിട്ടുള്ള ഷാജി ഷാലിമിന്റെ കയ്യിലാണ് ഈ തോക്ക് ഉണ്ടായിരുന്നത്. അതുൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്നതാണ് വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ ഈ ലഹരി കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും പ്രശ്നമുണ്ടായാൽ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് കൈവശം വെച്ചിരുന്നതാണ് എക്സൈസിന് ലഭിക്കുന്ന വിവരം. ഇതോടൊപ്പം രണ്ടാം പ്രതി ഹരീഷ് ഈ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ സിനിമാ മേഖലയിലടക്കം ഇത് കൊടുത്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ്. എന്തായാലും സുപ്രധാന കേസായി നിർണായക നീക്കങ്ങളുമായി സിനിമയിൽ സജീവമായി നിന്നയാളാണോ? ഇപ്പോൾ അദ്ദേഹത്തിന്, ഇയാൾക്ക് പിടിയിലായ വ്യക്തിക്ക് സിനിമാ മേഖലയുമായി ബന്ധമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രാഥമികമായ വിവരങ്ങൾ ലഭ്യമാണോ എക്സൈസിന്? എക്സൈസ് സംഘവുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ നിലവിലിറങ്ങുന്ന ചില ചിത്രങ്ങളിലടക്കം, ചില സിനിമകളിലൊക്കെ അടക്കം ഇയാൾ അസോസിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നതാണ് എക്സൈസ് സംഘം വെളിവാക്കുന്നത്. എന്തായാലും സിനിമാ മേഖലയിൽ ഈ ഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിലല്ല, ഈ ഒരു സമയത്ത് സജീവമായി നിൽക്കുന്ന, ഇത്തരത്തിൽ അണിയറ പ്രവർത്തനമൊക്കെയായി നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ഹരീഷ് എന്നാണ് എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത്. സിനിമാ മേഖലയിൽ പലർക്കും ഇത് വിതരണം ചെയ്തതായിട്ടുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങളും പരിശോധിക്കുന്നു എന്നാണ് എക്സൈസ് പറയുന്നത്. നേരത്തെയും ഈ സിനിമാ സെറ്റുകളിലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പരിശോധന വേണമെന്ന് സിനിമാ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് ഈ അടുത്തിടെ ഉണ്ടായതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചില പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെ, ശ്രീനാഥ് ഭാസി അടക്കമുള്ളവർക്കെതിരെ ആരോപണങ്ങളൊക്കെയായി വരികയും ആന്റിസിപ്പേറ്ററി ബെയിൽ പോവുകയും പിൻവലിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം നമുക്ക് മുന്നിലുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടി വരുന്നത്. എന്തായാലും വിപുലമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ NDPS കേസിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് പൊസഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ലഹരിയോടുകൂടി ആളുകളെ പിടിക്കണം. അതിന് അത്തരത്തിലുള്ള പരിശോധനകൾ ആവശ്യമാണ്. സെറ്റുകളിലടക്കം പരിശോധനകൾ ആവശ്യമാണെന്നാണ് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ആവശ്യം. പക്ഷേ അതിനോട് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തായാലും കണ്ടെത്തിയ എയർഗൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ആ സംഭവത്തിലൊക്കെ തന്നെ ഹൈബ്രിഡ് സംഭവത്തിലൊക്കെ തന്നെ ഈ സിനിമാ മേഖലയിലെ കണക്ഷൻ സംബന്ധിച്ച് ഒരുപാട് സംഭവങ്ങൾ, പക്ഷെ അതൊക്കെ ഒരുപാട് സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങളിലേക്ക് ഉണ്ട്. പറഞ്ഞാണ് ഏറ്റവും പ്രധാനം, കൈവശം കഞ്ചാവുമായി അല്ലെങ്കിൽ ലഹരി പദാർത്ഥവുമായി പിടിച്ചാൽ മാത്രമേ ആ കേസിൽ ഗുരുതരമായ തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ.